പിന്നെ നമ്മുടെ പാർട്ടി ആരുടെയും കുത്തകയൊന്നും അല്ലല്ലോ. ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും വലിയൊരു നേതൃത്വമല്ലേ. എല്ലാവരും കൈവിട്ടാലും വേണ്ടി വന്ന സാറിനെതിരെ റിബലായിട്ട് നിന്ന് ഞാൻ മത്സരിച്ചെന്നും വരും, ജയിക്കുകയും ചെയ്യും. ബാക്കി ജനങ്ങൾ തീരുമാനിച്ചോളൂ. MLA സ്ഥാനവും പറഞ്ഞ് സാറിന്റെ വിരട്ടലൊന്നും വേണ്ട. നമുക്ക് കാണാം. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. എനിക്ക് ഭ്രാന്ത് പിടിക്കവല്ല. നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഞാനും കെവിനും ഒക്കെ നിന്റെ കൂടെ ഇല്ലേ? ഫയല് ദേവിക്ക് കൊടുത്ത പ്രശ്നം അവസാനിക്കുന്ന ഞാൻ കരുതിയത്. ഇതിപ്പോ ദേവി വീട് വിട്ടു പോയിരിക്കുക. ഡിവോഴ്സ് വേണമെന്നാ പറയുന്നേ. ഞങ്ങള് പിരിയേണ്ടി വരുമല്ല. എന്റെ ടെൻഷൻ എത്രയെന്ന് പറഞ്ഞാൽ നിനക്കറിയില്ല വല്ല. എനിക്കറിയില്ലെന്നോ? കൊള്ളാം. നിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റാരുണ്ട്? അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. നീ പ്രശ്നങ്ങളെ പറ്റി മാത്രം ചിന്തിക്കാതെ നല്ലതിനെ പറ്റി സ്വപ്നം കാണാം. എല്ലാം ശരിയാവും. ഈ പൊട്ടിത്തെറിയും കലാപവും ഒക്കെ കഴിയുമ്പോ നമുക്ക് വലിയൊരു ഫ്യൂച്ചർ ഉണ്ട്. നീ എപ്പോഴാ വരുന്നേ? ഞാൻ വെയിറ്റ് ചെയ്യാ. ഞാൻ വരാം. ഓക്കെ. നമ്മുടെ കയ്യിലിരിക്കേണ്ട ഫയല് CMന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നാളത്തെ ക്യാബിനറ്റ് മീറ്റിംഗില് ആ ഫയല് വെക്കുമെന്ന് അറിയാൻ കഴിഞ്ഞത്. നന്ദനോട് ഫയല് ദേവികയ്ക്ക് തിരിച്ചു കൊടുക്കാൻ പാപ്പനല്ലേ പറഞ്ഞത്? അത് ദേവിക്ക് തിരികെ കൊടുത്തില്ലായിരുന്നെങ്കിലേ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്ക് പോയനെ. എന്തായാലും ഒരു ചൊല്ലുണ്ടല്ലോ, ഉർവശി ശാപം ഉപകാരം. ആ ഫയലിന് വേണ്ടി ദേവിക ഉണ്ടാക്കിയ പ്രശ്നങ്ങളാ എനിക്ക് നേട്ടം ഉണ്ടാക്കി തന്നത്. നീ എന്തായി പറയുന്നേ? നമുക്കുണ്ടായ നഷ്ടം നിനക്കെങ്ങനെ നേട്ടമാവുന്നേ? എനിക്ക് നന്ദനെ കിട്ടാൻ പോവല്ലേ, അതിന് കാരണം ആ ഫയലല്ലേ. ഈ ഫയൽ ഉണ്ടാക്കിയ കോലാഹലത്തെ തുടർന്ന് ദേവിക ചന്ദ്രോത്ത് തറവാട്ടിൽ നിന്നും നന്ദന്റെ ജീവിതത്തിൽ നിന്നും എല്ലാം ഇറങ്ങിപ്പോയില്ലേ. നന്ദന്റെ മേലുള്ള അവളുടെ അവകാശങ്ങള് അവസാനിക്കല്ലേ. ഇനി നന്ദന്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. അല്ല, ഒരു സീരിയസ് പ്രശ്നത്തെ നീ ഇങ്ങനെ നിസ്സാരമായിട്ട് കാണല്ലേ. ആ ഫയൽ ഒരു സീരിയസ് പ്രശ്നം തന്നെയാ. പക്ഷേ നന്ദൻ എനിക്ക് അതിലും വലുത്. ഓക്കെ മുരളിയേട്ടാ, അപ്പൊ നാളെ മുതൽ എന്നെ വിളിക്കാൻ ഇവിടെ വന്നാ മതി. സത്യം പറഞ്ഞ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ദേവിക. ഇതിപ്പോ ഞാൻ മുരളിയേട്ടനെ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥയാണല്ലോ. ദേ മുരളിയേട്ടാ, എന്റെ മുഖത്ത് നോക്ക്. എന്തെങ്കിലും വിഷമം കാണുന്നുണ്ടോ? മുഖത്ത് കാണുന്നില്ല, പക്ഷേ മനസ്സ് കരയാണെന്ന് എനിക്കറിയാം ദേവിക. അതൊക്കെ മുരളിയേട്ടന്റെ വെറും തോന്നല. നമുക്ക് വില തരാത്തവർക്ക് വേണ്ടി, നമ്മളെ വേണ്ടാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തിനു വിഷമിക്കണം? മുരളിയേട്ടൻ കേറുന്നില്ലേ? ഇല്ല, വണ്ടി ഇവിടെ കിടക്കട്ടെ. ദേവിക വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കോളാം. അച്ഛാ, ദേ ചേച്ചി. മോളെ, നീ എന്താ മോളെ ബാഗൊക്കെ ഇട്ട് എവിടെങ്കിലും പോവാണോ? പോകുന്ന വഴിക്ക് ഇറങ്ങിയതാണോ? മുരളിയുണ്ടോ കൂടെ?
അമ്മ ഇങ്ങനെ എല്ലാം കൂടെ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചാലോ? ഒന്ന് സമാധാനപ്പെട്. മോളെ, നന്ദനെ ഇസുബലിനെയും കണ്ടായിരുന്നോ? എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഉത്തരം പറയാം. നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആദ്യം അച്ഛന്റെ അമ്മയുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കേൾക്കട്ടെ. എന്നാലേ ഈ ബാഗ് ഒക്കെ എടുത്ത് എന്റെ മുറി കൊണ്ടുവയ്ക്ക്. നീ എന്താ ഇന്ന് ഇവിടെ താമസിക്കാണോ? ഇന്നല്ല, ഇനി അങ്ങോട്ട് എന്നും ഇവിടെ എന്റെ വീട്ടിൽ താമസിക്കാൻ ഞാൻ. എന്താ മോളെ? നന്ദുവായിട്ട് ഇനി ഒത്തുപോവില്ല അമ്മേ. ഞാൻ ചന്ദ്രോത്തിൽ നിന്ന് ഇറങ്ങിയത്. ചേച്ചി ഇപ്പോഴാ ശാരികയുടെ ചേച്ചിയായത്. മാറി നിക്കടിയെ കൊണ്ട്. മോളെ, നീ എന്താ പറഞ്ഞത്? നന്ദനോട്ട് ഒരുമിച്ച് പോവില്ലെന്നോ? എന്നുവെച്ചാൽ എന്താ? ഭാര്യയും ഭർത്താവായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അവസാനിച്ചു എന്ന്. മോളെ, എന്താ അമ്മേ, ഞാനിവിടെ നിൽക്കുന്നത് ബാധ്യതയാണോ? എങ്കിൽ അത് പറഞ്ഞു. മക്കള് ബാധ്യതയാണെ പിന്നെ ജന്മം തരണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ വിഷമം താങ്ങാനുള്ള ശക്തിയില്ല. അമ്മയും അച്ഛനും നിങ്ങൾ പ്രയാസപ്പെട്ടാലാ എനിക്ക് വിഷമം വരുന്നത്. ശാരികയെ നോക്ക്, ഇവക്കറിയാം ഞാൻ ചെയ്തത് കൃത്യമായ കാര്യമാണെന്ന്. സത്യം പറഞ്ഞ അനിയത്തിയാണെങ്കിലും ഇവളാ ചില കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചത്. അമ്മേ, അഭിമാനവും അന്തസ്സും ആരുടെ മുന്നിൽ പണയം വെക്കേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് കാണിക്കാത്ത സ്നേഹവും ബഹുമാനവും ഒന്നും അങ്ങോട്ടും കൊടുക്കേണ്ട കാര്യമില്ല. സത്യസന്ധരല്ലാത്തവരെ അകറ്റി തന്നെ നിർത്തണം. എന്താ മോളെ സംഭവിച്ചത്? സംശയങ്ങളൊക്കെ ശരിയായി. ശാരിക പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. ഈശ്വരാ, ഇസബെല്ലയും നന്ദുവും ഒരുമിച്ച് ഒരു മുറിയിലായിരുന്നു. ഞാൻ കണ്ടു. ആരോടാ നീ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്? Who are you? പ്ലീസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങ. നിർത്തടി. മര്യാദക്ക് കൂടെ വന്നോ വരാൻ. നന്ദ, നീ പേടിക്കണ്ട, ഞാൻ പോലീസിനെ വിളിക്കാം. ഇസബെല്ല, നിക്കടി. നീ അങ്ങനെ ബുദ്ധിമുട്ടണ്ട, പോലീസിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞു. സർ, മറ്റൊന്നും കൂടെയുണ്ട്. നഷ്ടപ്പെട്ട ഫയല് നന്ദനിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തു. ആ ഫയല് നന്ദു മോഷ്ടിച്ചു വെച്ചേക്കായിരുന്നു. അമ്മ പറ, ഇനി ഞാനവിടെ നിൽക്കണോ? വേണ്ട, മോള് പറഞ്ഞു തന്നെയാ ശരി. വഞ്ചന കാണിക്കുന്ന ആര് തന്നെയാണെങ്കിലും അകറ്റി തന്നെ നിർത്തണം. അമ്മേ, അച്ഛന് കാര്യം മനസ്സിലായി. അമ്മ മാത്രം എന്തിനാ ദുഃഖിച്ചിരിക്കുന്നേ? ചേച്ചി ഇല്ലാത്തപ്പോഴായിരിക്കും നന്ദേട്ടൻ ഒരു പാഠം പഠിക്കാൻ പോകുന്നത്. രണ്ട് ദിവസം കഴിയുന്നതിന് മുന്നേ തന്നെ അങ്ങേര് ചേച്ചിയെ കാണാൻ വരും. അപ്പ മനസ്സിലാക്കിയ ഞാൻ പറയും കേട്ടോ. അമ്മേ, ലോകത്ത് പല സാഹചര്യങ്ങൾ കാരണം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്ത്രീകളുണ്ട്.
ആഗ്രഹിക്കുന്ന ജീവിതം അവർ സന്തോഷത്തോടെ തന്നെ ജീവിക്കുന്നുണ്ട്. പിന്നെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെച്ച മറ്റൊന്നും നമ്മളെ അത്രയ്ക്കങ്ങ് വിഷമിപ്പിക്കുകയില്ല. നമ്മൾ സന്തോഷമായിട്ട് ഇവിടെ ഒരുമിച്ചങ്ങ് ജീവിക്കുമേ. എന്താ അമ്മ കഴിക്കാനുള്ള? മോളെ ചേച്ചി വാ, ചാള വറുത്തതും ചക്കക്കുരു മാങ്ങയിട്ട കറിയുണ്ട്, ഞാനെടുത്തു തരാം. വാ വാ ഇങ്ങോട്ട്. മാധവിട്ട ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തടത്ത് നിന്നിട്ടെന്തിനാ? മോള് ചെയ്തു തന്നെയാ ശരി. അമ്മേ, ദേവിയെ തിരിച്ചുകൊണ്ട് വരണം. എനിക്ക് അവളില്ലാതെ പറ്റില്ലമ്മേ. നന്ദ, എനിക്കറിയാം, ഒക്കെ എന്റെ തെറ്റ് തന്നെയാ. ഞാൻ ദേവിയുടെ കാലിൽ വീണ് കഴിഞ്ഞതിനൊക്കെ മാപ്പ് പറയാം. അമ്മേ, അമ്മ ഒന്ന് അവളെ വിളിക്കേ, എനിക്ക് കാണണമെന്ന് പറയാമേ. ഞാൻ വിളിച്ച അവള് തിരിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മ ഒന്ന് വിളിക്കേ. അവക്ക് എന്നെ വിട്ടേക്കാൻ പറ്റില്ലമ്മേ. അവള് നിന്നെ അല്ലല്ലോ, നീയല്ലേ അവളെ വിട്ടുകളഞ്ഞത്. അമ്മേ, നിന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല. സിദ്ധു പറഞ്ഞതുപോലെ മക്കള് തെറ്റ് ചെയ്യുമ്പോ രക്ഷപ്പെടുത്താൻ നോക്കാതെ തെറ്റ് തിരുത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്നീ അവസ്ഥ വരില്ലായിരുന്നു. അമ്മേ, അമ്മ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. നീ ചെയ്ത ഒരു തെറ്റും മായ്ക്കാൻ ചെയ്തു കൂട്ടിയത് അത്രയും വലിയ തെറ്റുകൾ തന്നെയാ. ഋഷിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ അല്ല ഞാൻ തല്ലിയത്. ഇസബെല്ലയോട് തെറ്റായ രീതിയിലൊന്നും പെരുമാറിയിട്ടുമില്ല. അമ്മ, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്റെ മനസ്സിൽ ദേവിയേ ഉള്ളൂ. ഒക്കെ ഞാൻ ദേവിയെ പറഞ്ഞ് മനസ്സിലാക്കാം. അമ്മ ഒന്നവളെ വിളിക്ക്. ഇല്ല നന്ദ, ഞാൻ വിളിച്ചിട്ട് കാര്യമില്ല. എന്നാ ഞാൻ വിളിക്കാം. ഞാനെന്തായാലും ദേവിയെ വിളിക്കാൻ പോവാ. നീ അവളോട് എന്തു പറയും? ഞാൻ ദേവിയോട് ഒക്കെ പറയാം, എല്ലാം തുറന്നു പറയും. നീ ആ ഫോൺ കട്ടി. അമ്മേ, കട്ടിയൻ, എന്തൊക്കെയാ നീ പറയാൻ പോകുന്നത്? ഞാനൊന്ന് കേക്കട്ടെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഫയലെടുത്ത് വെച്ചെന്ന് പറയാം. ഏത് പ്രത്യേക സാഹചര്യത്തിൽ? ഇസബെല്ല പറഞ്ഞിട്ട്. ഇസബെല്ല പറഞ്ഞാ നീ എന്തിനനുസരിക്കണമെന്ന് ദേവിക ചോദിച്ചാ? ഒന്നോ രണ്ടോ ചോദ്യങ്ങളല്ല, നിനക്കറിയാവുന്ന എല്ലാം പറയണം. പറയാം, ഞാൻ പറയാം. ഋഷിയുടെ കൊലപാതക കാര്യവും പറയണം. ഒരു ഫയല് കാണാനില്ലാത്തതിന് നിനക്കെതിരെ കേസ് കൊടുത്തതാ ദേവിക. അപ്പൊ നീ കൊലപാതകം നടത്തിയെന്നറിഞ്ഞാ അവള് പോലീസിൽ അറിയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഞാൻ അവളെ കുറ്റപ്പെടുത്തിയതല്ല. സിദ്ധുവിനേക്കാൾ ആദർശമുള്ളവളാ ദേവിക. നീ ഒരു കൊലയാളിയാണെന്നറിഞ്ഞാൽ അവൾ നിന്നെ രക്ഷിച്ച് നിന്നോടൊപ്പം പഴയതുപോലെ ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവള് സിദ്ധുവിനോട് പറഞ്ഞ് നിന്നെ ജയിലഴിക്കുള്ളിലാക്കില്ലേ? ജയിലിൽ പോവാനായിരുന്നെങ്കിൽ ഇത്ര കാലം നീ എന്തിനാ കൊലപാതകം ഒളിച്ചു വെച്ചു? അമ്മമാര് കള്ളം പറയും, തെറ്റിനും കൂട്ടുനിൽക്കും. അത് മക്കളെ രക്ഷിച്ചെടുക്കാനാ. ദേവികയെ പോലൊരു ഭാര്യ കൂട്ടു നിൽക്കില്ല ഒന്നിനും.
ഫയല് മോഷ്ടിച്ചതൊക്കെ മറന്നേക്കും. പക്ഷേ ഈസബെല്ലയ്ക്കൊപ്പം രാത്രി കഴിഞ്ഞത് അവളുടെ മനസ്സിൽ നിന്ന് പോവില്ല. അമ്മേ, ഒരു പെണ്ണിനും അത് സഹിക്കില്ല, പൊറുക്കാനും പറ്റില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്യണോ അമ്മേ? കാത്തിരിക്കുക, അല്ലാതെ മറ്റൊന്നും പറയാനില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ, അവളുടെ നിലപാട് എന്താണെന്ന് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം. ഇപ്പൊ ഒന്നും ആരോടും വിളിച്ചു പറയാൻ നിൽക്കണ്ട. അതാ നിനക്കും എനിക്കും നല്ലത്. വിളിച്ചു വരുത്തിയിട്ട് മന്ത്രി കാര്യം എന്താന്ന് പറഞ്ഞില്ല. സിദ്ധാർത്ഥൻ എന്നെ കളിയാക്കുകയാണോ? അയ്യോ, മന്ത്രിയെ ഞാൻ കളിയാക്കാനോ? മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന് അതിനു മാത്രമുള്ള ധൈര്യം ഉണ്ടാവോ സാറേ? കൊള്ളാൻ തന്നെ സർക്കാസം. വാ, നമുക്ക് ഓഫീസിലിരിക്കാം. കാര്യം പറ രാധാകൃഷ്ണ, എനിക്ക് പോയിട്ട് കാര്യങ്ങളുണ്ട്. സിദ്ധാർത്ഥൻ എന്നോടെന്തോ പരിഭവമുള്ളതുപോലെ. ഏയ്, ഒന്നുമില്ല. വലിയ ബഹുമാനം എനിക്ക് മന്ത്രിയോട്. കാര്യം എന്താന്ന് പറഞ്ഞാൽ കൊള്ളാം. അല്ല, ദേവിക പത്രസമ്മേളനം വിളിക്കാൻ പോകുന്നു പറഞ്ഞു. MLA അല്ലേ, പല കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കാനുണ്ടാവും. അതെനിക്കറിയാം. ഇത് പക്ഷേ പാർട്ടിക്കും മന്ത്രിമാർക്കും എതിരെയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കേൾക്കുന്നു. പ്ലാന്റിന് അനുമതി കൊടുത്തതിന്റെ പിന്നിലെ കഥകൾ എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയാണെന്ന്. അല്ല, പ്ലാന്റിന് അനുമതി കൊടുത്തതിന് പിന്നിൽ എന്തെങ്കിലും കഥകളുണ്ടോ? സിദ്ധാർത്ഥൻ എന്താ എന്നെ സംശയിക്കും പോലെ? അതിന് അനുമതി കൊടുത്തത് നന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നേരാ. പക്ഷെ അതെന്തിനു വേണ്ടിയാ? നാടിന്റെ വികസനത്തിന് വേണ്ടിയാ. ഒരു വ്യവസായ സംരംഭം വന്നാൽ അതിന്റെ മെച്ചം നാടിനുണ്ടാവില്ലേ? പിന്നെ മിനിസ്റ്ററുടെ തങ്കപ്പെട്ട മനസ്സ് കാണാതെ പോയാലേ പാവം കിട്ടും. സിദ്ധാർത്ഥൻ എന്നെ പരിഹസിക്കുകയാണോ? മിനിസ്റ്ററൊക്കെ വലിയ ആൾക്കാരല്ലേ, നിങ്ങളെ പരിഹസിക്കാൻ പാടുണ്ടോ? ദേവിക പത്രസമ്മേളനം നടത്തുമെന്ന് തീരുമാനിച്ച അവള് നടത്തിയിരിക്കും മിനിസ്റ്ററെ. മിനിസ്റ്റർ പണ്ട് കണ്ട ദേവികയല്ല ഇപ്പോഴത്തെ ദേവിക. പ്രസ് കോൺഫറൻസിൽ നഷ്ടപ്പെട്ട ഫയൽ എവിടെ പോയി, ആരാണ് കട്ടെടുത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരില്ലേ? ആര് കട്ടെടുത്തു? ഫയൽ മന്ത്രിയുടെ കയ്യിലില്ലേ? മന്ത്രിയാ മാറ്റി വെച്ചതെന്ന് പറഞ്ഞാലോ? എന്ത്? ഇങ്ങോട്ട് പൂട്ടാൻ നിന്ന തുറക്കാൻ പറ്റാത്ത പൂട്ടിട്ടായിരിക്കും അങ്ങോട്ട് പൂട്ടാൻ പോകുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, സൂക്ഷിച്ച് വേണം ഇനി ദേവിയോട് ഇടപെടാൻ. മിനിസ്റ്റർ ഒരു കാര്യം ചെയ്യും, ദേവിയെ ഒന്ന് വിളിച്ച് കാര്യം പറ. സിദ്ധാർത്ഥൻ തന്നെ ഒന്ന് സംസാരിക്കാമോ പ്ലീസ്? എന്റെ മിനിസ്റ്ററെ, മിനിസ്റ്റർ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ മുന്നമല്ലേ, സട കുഴഞ്ഞ സിംഹം, പല്ല് പോയ പാമ്പ്. ഇവിടെ ആരും പേടിക്കില്ല. പ്ലീസ് സിദ്ധാർത്ഥൻ. മിനിസ്റ്റർ ഇങ്ങനെ കാല് പിടിക്കും പോലെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സംസാരിക്കാം. മിനിസ്റ്റർ ഒന്ന് കണ്ടു പറയണം. ഞാൻ പറയാം. ശരി. രാധാകൃഷ്ണ, നമ്മുടെ കാർണവർ പറയുന്ന ചില ചൊല്ലുകളുണ്ട്, അറിയാമോ? അളമുട്ടിയ ചേരയും കടിക്കും, വളയ്ക്കാം, ഒടിക്കരുത്. പോട്ടെ. എന്താ മോളെ, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നേ? സീരിയസ് ആയ ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കുക. എന്താ കാര്യം? അല്ല, ഈ MLA സ്ഥാനം അങ്ങ് രാജിവെച്ചാലോന്നാ.
ഞാനും നന്ദുവും തമ്മിൽ അകന്നത് വൈകാതെ വാർത്തയാവും. കുടുംബങ്ങളെ കൂടുതൽ ബാധിക്കും. പാർട്ടിയിലും പ്രശ്നമാവും. സർക്കാരിനും CM-നും ഒക്കെ എന്നോട് ഇഷ്ടക്കേടുണ്ടാവും. രാജിവെക്കാച്ച. എന്നിട്ട് ഒരു ട്യൂഷൻ സെന്ററോ മറ്റോ തുടങ്ങാം. മോളെ, അല്ലെങ്കിൽ അരുന്ധതി മാഡത്തിന്റെ കമ്പനിയിലേക്ക് പോവാം. അവിടെ ഉറപ്പായിട്ടും ജോലി കിട്ടും. ശരിയാ ചേച്ചി. എന്നാ പിന്നെ ഇപ്പൊ തന്നെ രാജിക്കത്ത് എഴുതിക്കോ. എഴുതി ചേച്ചി. ഇപ്പൊ തന്നെ രാജിക്കത്ത് നമുക്ക് CM-ന് മെയിൽ ചെയ്യാം. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.